കേരളത്തില് മദ്യ വിൽപ്പനയിലും ഉപയോഗത്തിലും മുൻനിരയിൽ നിൽക്കുന്ന ജില്ല ഏതാന്ന് പറയാമോ? ഏത് ജില്ലയെന്നറിയില്ല, പക്ഷെ ആ ജില്ല ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. അത് നിങ്ങളത്. വേറെ കൊല്ലം. അതാണ് അത് നമ്മുടെ കൊല്ലം. നിങ്ങൾ കേട്ടിട്ടില്ലേ, കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട. അപ്പൊ മാറ്റേണ്ടി വരും, കൊല്ലം കണ്ടവന് ഇല്ലത്ത് ചെല്ലാൻ പറ്റില്ലെന്നായിരിക്കും പഴഞ്ചൊല്ല. അങ്ങനല്ലേ? കണ്ടന്റിൽ അതേ ഉള്ളു കേട്ടോ. എങ്ങനെ ഇല്ലത്തോട്ട് എന്ന് കേറും? മുക്കിന് ബിവറേജസ് അല്ലേ, അവിടെ എല്ലാം കയറി ഇറങ്ങി അടിച്ച് പാമ്പായിട്ട് ഇവനൊക്കെ റൊഡി കിടക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ടച്ചിങ്സിന് വാങ്ങിച്ചു വെച്ച ലൈസ് പൊട്ടിച്ചെന്റെ വരി കൂട്ടുകാരന്മാരാരെങ്കിലും തന്നെ തല്ലിക്കൊന്നോളൂ. എത്ര അർത്ഥവത്തായിട്ടുള്ള പഴഞ്ചൊല്ലാണല്ലേ. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട. അതങ്ങോട്ട് മറന്നേക്കാം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീലക്ഷ്മി, കൊല്ലം കൊട്ടാരക്കര സ്വദേശിനിയാണ്. നമ്മൾ മലയാളികൾ പൊതുവെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാനും അതിനകത്തടപെടാനും ഭയങ്കര താല്പര്യമുള്ളവരാ അല്ലേ? ആണെന്ന്. അല്ലെങ്കിൽ പിന്നെ ഈ മനസ്സിനാരെങ്കിലും പിടിച്ച് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കും. ഒരു സുഖം, ഒരു മനസ്സുഖം. ഈ ഒരൊറ്റ കാര്യം പറഞ്ഞ് സകലമാന മനുഷ്യരെയും വഴിതെറ്റിച്ചു വിട്ട മുതലാണ് ഇരിക്കണത്. അല്ല, ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനെ പറ്റി കുറ്റം പറയാനാ ഇന്നിപ്പം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നേ. സ്റ്റാൻഡപ്പ് എന്ന വ്യാജേനെ. കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു കൂട്ടുകാരൻ. എന്തിനേറെ പറയുന്നു, അവൻ്റെ ബെഡ്റൂമിൽ നിന്ന് ആ വീടിൻ്റെ മുറ്റത്തോട്ട് പോലും ഇവൻ ഇറങ്ങത്തില്ല. ഇനി രാത്രി എങ്ങാനും ഒന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ പോലും ഈ മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങാൻ വയ്യാത്തതിന് ജനൽ വഴി കണ്ണടച്ച് നിന്ന് സാധിക്കുന്നവനാണ് ഇവൻ. അവൻ്റെ ഇൻസ്റ്റ ഐഡി എന്തെന്ന് കേൾക്കണോ? ലോകം കണ്ടവനെന്ന്. ഈ മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങാത്തവൻ്റെ. അവൻ്റെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ 10-20 പേരോടെങ്കിൽ ഇവൻ വിളിച്ച് അഭിപ്രായം ചോദിക്കും. അവൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് മൈ ലൈഫ് മൈ റൂൾസ് എന്ന്. ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് ഇവൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഉണ്ടടാ ഇവൻ്റെ അമ്മ, വാവേ വന്ന് ചോറുണ്ണാൻ. ഈ വാഴ പോലെ വളർന്നവനെ ഇപ്പോഴും വീട്ടിൽ വിളിക്കുന്ന പേര് വാവ. ഞങ്ങൾ ഈ വാവയുടെ വീട്ടിൽ ചെന്നപ്പോൾ വാവയുടെ അച്ഛൻ ഞങ്ങളോട് വന്നിട്ട് ഇവനെ പറ്റി കുറെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞങ്ങ് തുടങ്ങി. അച്ഛന്മാരുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ അത്. ഏത്? ആൺമക്കളെ പറ്റി കുറ്റം പറയുക എന്നുള്ളത്. പക്ഷെ അമ്മമാരങ്ങനല്ല കേട്ടോ. അമ്മമാരങ്ങനെ ഇങ്ങനെയൊന്നും ഈ ആൺമക്കളെ വിട്ടുകൊടുക്കത്തില്ല. അച്ഛൻ ഞങ്ങളോട് ഇവനെ പറ്റി കുറ്റം പറയുന്നത് കേട്ടപ്പോൾ തന്നെ അമ്മ തട്ടയിലിറങ്ങി അച്ഛനോട് ഒരൊറ്റ ചോദ്യ, മത്തം കുത്തി കുമ്പളം മുളയ്ക്കുവോന്ന്. അച്ഛനൊന്ന് ചമ്മി. ആ ചമ്മലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പം തന്നെ അച്ഛൻ്റെ അടുത്ത ഡയലോഗ്, 2 ദിവസം മുമ്പ് നിന്റെ മോൻ വെള്ളം അടിച്ച് കോൺ തിരിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോൾ നിന്റെ ഈ അണ്ണാക്കൊന്നും കണ്ടില്ലല്ലോടീന്ന്. കോട്ടി തന്നെ അമ്മയുടെ മറുപടി വന്ന്, നമ്മുടെ മോനെ ഒന്നുമില്ലല്ലോ വെള്ളം അടിച്ചിട്ട് ഈ വീട്ടിൽ തന്നെ അല്ലേ കയറി വന്നേ, അല്ലാണ്ട് നിങ്ങളുടെ കൂട്ടി കുപ്പി വെച്ച് വലിയ അണ്ടർവെയർ ഇട്ട് റൊഡി കിടന്നില്ലല്ലോന്ന്. മനസ്സിലായില്ല? അതായത് രമണ, ഭാര്യമാരെ പേടിയുള്ള എല്ലാ ഭർത്താക്കന്മാരും ജട്ടിക്ക തൊളിപ്പിച്ച് വെച്ച കുപ്പിയും കൊണ്ടാണ് പെരക്കകത്തോട്ട് ചെന്ന് കയറുന്നത് എന്നുള്ളതൊരു മുണ്ടില്ലാത്ത സത്യമാണ്. ചേട്ടാ, നഗ്ന സത്യം. നമ്മൾ മലയാളികൾ പൊതുവെ മാനം കപ്പൽ കയറിപ്പോയി എന്നൊക്കെ പറയും. പക്ഷെ അല്ല, 2 എണ്ണം അടിക്കുന്ന അച്ഛന്മാരുള്ള വീട്ടുകാർ മാനം നിക്കറൂരിപ്പോയി എന്ന് വേണം പറയാൻ. ഇവൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു കുപ്പി കണക്ഷൻ കിട്ടിയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ കാര്യം ഓർമ്മ വന്നു. എന്തിനാ കള്ളം പറയുന്നത്? എൻ്റെ അച്ഛനും 2 എണ്ണം അടിക്കും. അച്ഛൻ അടിക്കുന്നുണ്ടെങ്കിൽ അമ്മ അച്ഛനെയും കുനിച്ചിർത്തി അടിക്കും. അത് അവർ തമ്മിലുള്ളത്, ഞാൻ ഇടപെടാൻ പോവാറില്ല. ഈ കഴിഞ്ഞ ക്രിസ്മസിന് അച്ഛൻ അടിക്കാൻ വാങ്ങിച്ചു വെച്ചിരുന്നൊരു ഫുള്ള് അച്ഛനും അമ്മയും കൂടെ വഴക്കിട്ടപ്പോൾ അമ്മ ദേഷ്യത്തിന് തറയിലിട്ടങ്ങ് പൊട്ടിച്ച്. ഫുള്ളടാ നോക്കിച്ചിട്ട് ഫുള്ളെന്ന് പൊട്ടിക്കടക്കാ കുപ്പി തറേ. അച്ഛൻ സഹിക്കൂ? തലേന്ന് രാത്രി സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് കൊടുത്ത ഷാർജയുടെ സ്ട്രോ എടുത്തോണ്ട് വന്ന ആ മനുഷ്യനെ ടൈൽസിൽ കിടന്നൊരു മെഴുകൊക്കെ അങ്ങ് മെഴുകി. ഈ പാമ്പാട്ടോ മയിലാട്ടോ അല്ലാണ്ട് നിന്റെ അച്ഛൻ്റെ ആട്ടം കണ്ട ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കടി അമ്മ. ഞാൻ ചെന്ന് നോക്കുമ്പോ ഉണ്ടടാ പാമ്പാട്ടി മകുടി ഊതണ പോലെ കിടക്ക വയൽ സ്ട്രോയും വെച്ച് ടൈൽസിൽ കുറച്ച് വെള്ളം ചേർത്ത് അടിക്കച്ച, ഇല്ലെങ്കിൽ ആ കൂമ്പ് വാടി പോവും എന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴച്ഛൻ ഈ കൂമ്പടക്കം ഈ വെള്ളത്തിൽ കിടക്കുവാണല്ലോ എന്ന് ഞാൻ ഓർത്തത്. അച്ഛൻ്റെ കോപ്രായവും പരാക്രമവും ഒക്കെ കണ്ട് കയ്യിൽ തുള്ളി കയ്യെ കിട്ടി അരിക്കലം എടുത്ത് അമ്മയൊരൊറ്റേറാ. അമ്മ അയ്യോ 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 ഒത്തില്ലല്ലേ. അങ്ങനെ പടത്തി കാണിച്ചണക്കെ അത് ഒത്തില്ല. പിന്നെ ഞാനത് ഇവിടെ കൊണ്ടുവന്നെടുത്തിട്ട് ആ കോമഡി അവിടെ കിടന്ന് അളിയത്തേ ഉള്ളൂ. ദേഷ്യം വന്ന് കയ്യെ കിട്ടിയ കരിക്കലം എടുത്ത് അമ്മയൊരൊറ്റേറാ. അയ്യോ എന്നൊരു സൗണ്ട് മാത്രമേ ഞങ്ങൾ കേട്ടുള്ളൂ. നോക്കുമ്പോൾ ഉണ്ടടാ കരോള് വടം എന്ന് ക്രിസ്മസ് അപ്പൂപ്പൻ താണ്ട കിടക്കുന്ന നേറും കൊണ്ട് താഴെ. കൂട്ടത്തിൽ നിന്നമ്മ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ പിടിക്കാതെ ഓടിത്തള്ളി പെരക്കകത്തോട്ട് കയറി വന്നിട്ട് അമ്മയോട് ഒറ്റ ചോദ്യ, ചേച്ചിയെ എക്സ്ട്രാ സ്ട്രോ ഉണ്ടോന്ന്. അച്ഛന് കമ്പനി കൊടുക്കാൻ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, മലയാള അക്ഷരമാലയിൽ പോലും ഇല്ലാത്ത അക്ഷരങ്ങൾ കൊണ്ടുള്ള തെറി വരെ അമ്മയുടെ വായന്ന് കേട്ടിട്ടുണ്ട് അമ്മമാരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഈ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി ക്രിസ്മസ് അപ്പൂപ്പനെ ശുശ്രൂഷിക്കാൻ സംഭവം എന്താ പറയുന്നത് ചേട്ടാ, ഈ ക്രിസ്മസ്
ശുശ്രൂഷ, ഈ സാ വരുന്ന ഭാഗം വരുമ്പോ കുറച്ച് കാറ്റുതാ ഇതുവഴി അങ്ങ് പോകും. പക്ഷെ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നാലും ഈ പുള്ളിക്കാരനെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടി, എൻ്റെ വീട്ടുകാർക്ക് കിട്ടി. ലാസ്റ്റ് ക്രിസ്മസിന് അച്ഛൻ അടിക്കാൻ വാങ്ങിച്ച കുപ്പിയും പോയി, കുപ്പിയുടെ പൈസയും പോയി, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഹോസ്പിറ്റൽ ചെലവ് വരെ അച്ഛൻ നോക്കണ്ടിയും വന്ന്. അന്ന് ഞാൻ അച്ഛനോടൊരു കാര്യം പറഞ്ഞു, അച്ഛാ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അയ്യോടാ കണ്ടന്റിൽ നിന്ന് മാറിപ്പോയി. കൂട്ടുകാരൻ്റെ കാര്യം പറഞ്ഞ് അച്ഛൻ്റെ കാര്യത്തിലായി. സാരമില്ല, നമുക്ക് തിരിച്ച് കൂട്ടുകാരനെ തന്നെ പിടിക്കാം. ഈ ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവർ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഒന്ന് എക്സ്ട്രോവേർട്ട് ആവാറുണ്ട്. എപ്പോഴാണെന്നറിയോ? രാത്രി കാലങ്ങളിൽ മാത്രം. ഈ മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങാതെ ലോകം കണ്ടവൻ മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലും. അങ്ങനെ ഒരു രാത്രി ഞങ്ങൾ ഇവനെ പൊക്കിക്കൊണ്ട് കറങ്ങാൻ പുറത്തുപോയി. പോയ വഴിക്ക് ഇവന് ഇച്ചിരി കൊടുത്ത്, ഓന്തിന് മൂക്കിപ്പൊടി കൊടുക്കണ പോലെ ഒന്ന് മണപ്പിക്കാൻ കൊടുത്ത്. സംഭവം ഒരു ഇച്ചിരി അകത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവ എൻ്റെ അടുത്ത്, ഡി എന്താടാ എനിക്ക് കണ്ണു പിടിക്കുന്നില്ല, നീ എൻ്റെ ഫോൺ വാട്സപ്പ് എടുത്തിട്ട് അഞ്ജലിക്കൊന്ന് മെസ്സേജ് ഇടേ. ഫോൺ അവൻ തന്നെ ഫിംഗർ ലോക്ക് ഓപ്പൺ ചെയ്ത് എൻ്റെ ഫോൺ തന്നു. വാട്സപ്പ് എടുത്ത് ചാറ്റ് ലിസ്റ്റിൽ തന്നെ അഞ്ജലി കിടപ്പുണ്ട്. ഡാ എന്ത് മെസ്സേജ് ഇടണ്ടേ? മുത്രേ കഴിച്ചോ? ഇപ്പൊ എന്തുവാ ഇട്ടിക്കുന്നേന്ന്, ചേട്ടനൊരു ഉമ്മ താടിയോന്ന്. നോബിച്ചേട്ടാ ലവേഴ്സ് അല്ലേ, നമുക്കത് മനസ്സിലാവും. ശരി, ഞാൻ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് ഇതാ സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തിട്ടുണ്ട. ഇവ എൻ്റെ അടുത്ത് പറയുക, എടി അതാ അനുപമയ്ക്കും അശ്വതിക്കും കൂടെ ഒന്ന് ഫോർവേഡ് ചെയ്തേക്കാൻ. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം എക്സ്ട്രോവേർട്ട് ആവുന്ന ഇൻട്രോവേർട്ട് സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്ക്. മെൻഷനിങ് ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇനി മെൻഷൻ ചെയ്യാൻ വയ്യെങ്കിൽ വേണ്ട, വിട്ടേരെ. LH37 എൻ്റെ ഇൻസ്റ്റ ID എന്നെ ഒന്ന് ഫോളോ ചെയ്തിരുന്നാലും മതി. കൂട്ടുകാരനും അച്ഛനും ക്ലിക്കായില്ലെങ്കിൽ ഞാനെങ്കിലും ഒന്ന് ക്ലിക്കായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. എന്തായാലും ഫ്ലവർ സ്റ്റാൻഡിൽ വാഴയ്ക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചവിട്ടി നിന്ന് ഞാനും കൂടെ തീരെയും കൂടെ ഒന്ന് നനഞ്ഞോട്ടേന്ന്.